ഇക്വഡോറിലെ ഒരു കൺസെപ്ഷനിസ്റ്റ് സിസ്റ്ററായിരുന്ന മരിയാന ടോറസിന് 1594 മുതൽ 1634 വരെ പരിശുദ്ധ മറിയത്തിൻ്റെ ദർശനങ്ങൾ ലഭിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തിരുസഭ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകാനാണ് വിജയമാതാവ് എന്ന പേരിൽ പരിശുദ്ധ മറിയം ദർശനം നൽകിയത്. അവസാനം മറിയത്തിൻ്റെ വിമല ഹൃദയം വിജയം വരിക്കുമെന്ന് സൂചിപ്പിക്കാനാണ് വിജയമാതാവെന്ന് ഈ പ്രത്യക്ഷങ്ങൾ അറിയപ്പെടണമെന്ന് മാതാവ് പറഞ്ഞത്. ക്രൂശിതനായ കർത്താവ് കൂടുതലായി പീഡകൾ സഹിച്ചത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലുള്ള സഭാമക്കൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു. പ്രധാനമായും 3 വലിയ പാപങ്ങളായ പാഷണ്ഡത, ദൈവദൂഷണം, അശുദ്ധി എന്നിവയാണവ. ഇതുമൂലം സഭയിൽ സംഭവിക്കാൻ പോകുന്ന അപജയവും തുടർന്ന് സാത്താൻ സഭയിൽ നുഴഞ്ഞു കയറി സഭയെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങളും മാതാവ് പ്രവചിച്ചു. ഫ്രീമേസൺറി ഗ്രൂപ്പുകൾ വഴിയായിട്ടാണ് പിശാചിൻ്റെ ആധിപത്യം സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നതെന്നും ഇതിനെല്ലാം പരിഹാരം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ധാരാളം ആത്മാക്കൾ നശിക്കുമെന്നും മദർ മരിയാനയോട് മാതാവ് പറഞ്ഞു. വരാനിരിക്കുന്ന കാലത്തിലെ മക്കളുടെ ആത്മാക്കൾ നരകത്തിൽ വീഴാതിരിക്കാനായി ഇപ്പോൾ തന്നെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ഉയർത്തണമെന്നും യേശുവിൻ്റെ പീഡാസഹനത്തോട് അവ ചേർത്ത് വയ്ക്കണമെന്നും മാതാവ് ആവശ്യപ്പെട്ടു. 2 പ്രാവശ്യം മരിച്ച് തിരികെ ജീവനിലേക്ക് പ്രവേശിച്ച വ്യക്തിയാണ് മദർ മരിയാന ടോറസ്. 2 പ്രാവശ്യവും സ്വർഗത്തിൽ ചെന്നപ്പോൾ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ബാഹുല്യം കണ്ട് പരിഹാര പ്രവർത്തികൾ ചെയ്ത് ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ടാണ് മദർ മരിയാന പ്രത്യേക ദൈവകൃപയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. മദർ മരിയാനയ്ക്ക് വിജയമാതാവ് നൽകിയ പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ദൈവവിളികളുടെ നഷ്ടപ്പെടൽ, നിഷ്കളങ്കതയില്ലാത്ത കുഞ്ഞുങ്ങൾ, വൈദികരുടെ നഷ്ടപ്പെടൽ, വിശുദ്ധ കുർബാനയുടെ നിരോധനം, സ്ത്രീകളുടെ അശ്ലീല വസ്ത്രധാരണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മാതാവ് മദർ മരിയാനയ്ക്ക് വെളിപ്പെടുത്തി. അവസാന കാലത്തെ പരിശുദ്ധാത്മാവ് പുത്തൻ ഉണർവിലൂടെ സഭയെല്ലാം അതിജീവിക്കുമെന്നും വിജയം വരിക്കുമെന്നും വിജയമാതാവ് പറഞ്ഞു. 1635 ജനുവരി 16-നാണ് 3ാമത് മദർ മരിയാന മരിച്ചത്. 1906 കല്ലറ തുറന്നപ്പോൾ ശരീരം അഴുകൽ കൂടാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തി. വിജയമാതാവ് നൽകിയ നിർദ്ദേശങ്ങളനുസരിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമുക്കും പരിഹാര പ്രവർത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കാം.